നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തെങ്ങ് കയറ്റ തൊഴിലാളികൾ അവഗണനയുടെ വക്കിൽ. തിരിഞ്ഞുനോക്കാൻ മുഖ്യമന്ത്രി പോലും ശ്രമിക്കുന്നില്ലെന്ന് ആരോപണം. കലക്ട്രേറ്റ് മാർച്ചുമായി തെങ്ങ് കവുങ്ങ് കയറ്റ തൊഴിലാളികൾ. കണ്ണൂരിൽ ന്യൂജൻ ലഹരി പിടിമുറുക്കുന്നു. ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 202 NDPS കേസുകൾ. പ്രതികളെ കാപ്പ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താൻ പോലീസ് നീക്കം. മിത്ത് വിവാദത്തിൽ തന്നെ. ഏതു വഴിക്ക് ആക്രമിച്ചാലും സത്യം മാത്രമേ പറയൂവെന്ന് AN ഷംസീർ. കമ്മ്യൂണിസ്റ്റുകാർ വിശ്വാസം സംരക്ഷിക്കാൻ തെരുവിൽ അടിയേറ്റവരെന്നും ഷംസീർ. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖില കേരള തെങ്ങ് കവുങ്ങ് കയറ്റ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന പ്രസിഡന്റ് KT ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. നാളികേര കർഷകരെ സംരക്ഷിക്കുക, നാളികേര വിലയിടിവ് തടയുക, കൊപ്രയ്ക്ക് താങ്ങുവില നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ഒരു രാഷ്ട്രീയക്കാരനും തയ്യാറായിട്ടില്ല. ഞങ്ങൾ അമ്മയില്ലാതെ മക്കളെ പോലെ പല കണ്ണികളും പണ്ട് വാലുകളും മുട്ടിവെട്ടിച്ചിട്ടും എന്താണ് നിങ്ങൾ ആവശ്യം പോലും പറയാൻ സാധിക്കാത്ത കേരളത്തിലെ 140 MLA-മാരും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇന്നുവരെ ഒരു അക്ഷരം മറുപടി പറഞ്ഞിട്ടില്ല. അത് പറയാനും പറയിക്കാനുള്ള അതിന്റെ ധൈര്യം, അതിന്റെ കരുത്തുമുള്ളത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. കാരണം അവരോട് ചോദിക്കണം, എന്തുകൊണ്ടാണ് കേരളത്തെ തെങ്ങുകയറ്റ തൊഴിലാളികളെ ഇന്നുവരെയും അംഗീകരിക്കാൻ മറന്നുപോയത് എന്ന് പറയാനുള്ള സന്മനസ് നിങ്ങൾക്കുണ്ടാവണം എന്ന് മാത്രമാണ് ആദ്യമായി നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. നമുക്കറിയാം, കേരള സംസ്ഥാനത്തിൽ 1ഉം 2ഉം 10ഉം 100ഉം ആയിരമില്ല 60 ലക്ഷത്തോളം വരുന്ന നാളികേര കൃഷിക്കാരുണ്ട്. ഈ കൊച്ചു കേരളത്തിൽ ലക്ഷക്കണക്കിന് തെങ്ങുകയറ്റ തൊഴിലാളികളുണ്ട്. ആ തെങ്ങുകയറ്റ തൊഴിലാളികളെ സർക്കാരുകൾ ഇന്നുവരെയും മറന്നിരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് NK സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ദിവാകരൻ കുറ്റ്യാട്ടൂർ, MP അശോകനൻ, ദിവാകരൻ മാലൂർ, K പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏച്ചൂരിൽ പമ്പ് ഹൌസിലെ മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ മുൻ റേഷൻ വ്യാപാരി ഷോക്കേറ്റ് മരിച്ചു. കമാൽ പീടികയ്ക്ക് സമീപം കരുവാക്കണ്ടി ഹൌസിൽ KK ദിനേശനാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ഇന്നലെ വൈകിട്ട് വീടിന് സമീപത്തുള്ള പമ്പ് ഹൌസിൽ നിന്നും മോട്ടോറിന്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നതിനിടയിലായിരുന്നു ഷോക്കേറ്റത്. ഉടനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സംസ്കാരം പയ്യാമ്പലത്ത് നടന്നു. ജില്ലയിൽ വൈദ്യുത അപകട മരണങ്ങൾ വർദ്ധിച്ചു വരുന്നതിൽ ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി യോഗം ആശങ്ക രേഖപ്പെടുത്തി. വയറിംഗ് മേഖലയിൽ സാങ്കേതിക യോഗ്യത ഇല്ലാത്തവരുടെ അനധികൃത കടന്നുകയറ്റവും ഗുണനിലവാരമില്ലാത്ത സാധന സാമഗ്രികളുടെ ഉപയോഗവും മൂലമാണ് അപകട മരണങ്ങൾ അടിക്കടി വർദ്ധിച്ചു വരുന്നതെന്ന് യോഗം വിലയിരുത്തി. ജില്ലാ പ്രസിഡന്റ് P രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. വത്സരാജൻ, K റിജേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെങ്ങ് കയറ്റ തൊഴിലാളികൾ അവഗണനയുടെ വക്കിൽ. തിരിഞ്ഞുനോക്കാൻ മുഖ്യമന്ത്രി പോലും ശ്രമിക്കുന്നില്ലെന്ന് ആരോപണം. കലക്ട്രേറ്റ് മാർച്ചുമായി തെങ്ങ് കവുങ്ങ് കയറ്റ തൊഴിലാളികൾ. കണ്ണൂരിൽ ന്യൂജൻ ലഹരി പിടിമുറുക്കുന്നു. ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 202 NDPS കേസുകൾ. പ്രതികളെ കാപ്പ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താൻ പോലീസ് നീക്കം. മിത്ത് വിവാദത്തിൽ തന്നെ. ഏതു വഴിക്ക് ആക്രമിച്ചാലും സത്യം മാത്രമേ പറയൂവെന്ന് AN ഷംസീർ. കമ്മ്യൂണിസ്റ്റുകാർ വിശ്വാസം സംരക്ഷിക്കാൻ തെരുവിൽ അടിയേറ്റവരെന്നും ഷംസീർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITD-യിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITD-യുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
Karaikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ, കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ, കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. ഓണക്കാലത്തെ വരവേൽക്കാൻ സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ പൊന്നോണം. ഓണത്തിനൊരുങ്ങാം കുടുംബസമേതം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം. മികച്ച വസ്ത്രവിസ്മയങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എല്ലാ ഷോറൂമുകളിലും ദിവസേന നറുക്കെടുപ്പ്, ദിവസേന സമ്മാനം. നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ. ഒപ്പം നേടാം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ലേഡീസ് വെയറുകൾ 199 രൂപ മുതൽ, സാരികൾ 199 രൂപ മുതൽ, കിഡ്സ് വെയറുകൾ 145 രൂപ മുതൽ, ജെന്റ്സ് വെയറുകൾ 199 രൂപ മുതൽ. ഈ പൊന്നോണം ആഘോഷമാക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. റിയാദ് മാൾ, പയ്യന്നൂർ. നിയർ സിറ്റി സെന്റർ, ഇരിട്ടി. എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. വാർത്തകളിലേക്ക്. കണ്ണൂർ സിറ്റി പോലീസ് ജില്ലാ പരിധിയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഇക്കഴിഞ്ഞ ജൂലൈ മാസം ലഹരിമരുന്നുകൾ ഉപയോഗിക്കുന്നവർക്കെതിരെയും വിൽപ്പന നടത്തുന്നവർക്കെതിരെയുമായി 202 NDPS കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതിൽ 193 കേസുകൾ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിനും 9 കേസുകൾ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതിനായി കൈവശം സൂക്ഷിച്ചതിനുമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കണ്ണൂർ ടൗൺ, വളപട്ടണം, ന്യൂമാഹി, കതിരൂർ, കണ്ണൂർ സിറ്റി, എടക്കാട്, തലശ്ശേരി എന്നീ പോലീസ് സ്റ്റേഷനുകളിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 3.254 കിലോഗ്രാം കഞ്ചാവും 16.22 ഗ്രാം MDMAയും കഴിഞ്ഞ ജൂലൈ മാസം മാത്രം പോലീസ് പിടിച്ചെടുത്തു. കണ്ണൂർ ടൗൺ, വളപട്ടണം, ന്യൂമാഹി, കതിരൂർ, കണ്ണൂർ സിറ്റി, എടക്കാട്, തലശ്ശേരി എന്നീ പോലീസ് സ്റ്റേഷനുകളിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയായി എടക്കാട് പോലീസ് സ്റ്റേഷനിൽ 1 കേസും, മീഡിയം ക്വാണ്ടിറ്റിയായി കണ്ണൂർ ടൗൺ, കണ്ണൂർ സിറ്റി, തലശ്ശേരി എന്നീ സ്റ്റേഷനുകളിലായി ഓരോ കേസുകളും, സ്മോൾ ക്വാണ്ടിറ്റിയായി വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ 3 കേസുകളും, ന്യൂമാഹി, കതിരൂർ സ്റ്റേഷനുകളിലായി ഓരോ കേസുകളും രജിസ്റ്റർ ചെയ്തു. സ്ഥിരമായ NDPS കേസുകളിൽ ഉൾപ്പെടുന്നവരെ നിരീക്ഷിച്ച് കാപ്പ ഉൾപ്പെടെയുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ IPS അറിയിച്ചു. കണ്ണൂരിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ഓപ്പറേഷൻ ഇ-സേവ് എന്ന പേരിലാണ് പരിശോധന നടത്തുന്നത്. അക്ഷയ കേന്ദ്രങ്ങൾ അമിത ഫീസ് ഈടാക്കുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഉദ്യോഗസ്ഥരുടെ സന്ദർശനം. പല കേന്ദ്രങ്ങളിലും റെസിപ്റ്റ് പോലും നൽകുന്നില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. 10ഓളം അക്ഷയ കേന്ദ്രങ്ങളിലാണ് ഇന്ന് പരിശോധന നടന്നത്. പൊതുജനങ്ങളിൽ നിന്നും അമിത ഫീസ് ഈടാക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മിന്നൽ പരിശോധന. ജില്ലയിലെ 10ഓളം അക്ഷയ കേന്ദ്രങ്ങളിലായിരുന്നു രാവിലെ മുതൽ ഉദ്യോഗസ്ഥരെത്തിയത്. സേവനങ്ങൾക്കായി അക്ഷയ സെന്ററിലെത്തുന്ന പൊതുജനങ്ങളിൽ നിന്നും നടത്തിപ്പുകാർ ആവശ്യത്തിലധികം തുക ഈടാക്കുന്നുണ്ടെന്ന് ഇതിനോടകം പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത്. സർക്കാർ നിശ്ചയിച്ച നിരക്കുകൾ പല അക്ഷയ കേന്ദ്രങ്ങളും നടപ്പിലാക്കുന്നുമില്ലെന്ന് വിജിലൻസിന് വിവരം ലഭിച്ചിരുന്നു. പല കേന്ദ്രങ്ങളും ഈടാക്കുന്ന തുകയ്ക്ക് റെസിപ്റ്റും നൽകിയിരുന്നില്ല. ഓപ്പറേഷൻ ഇ-സേവ എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന റെയ്ഡിന്റെ ഭാഗമായാണ് ജില്ലയിലും പരിശോധന നടന്നത്. വിജിലൻസ് DYSP P. ബാബു പെരിങ്ങോത്തിന്റെ മേൽനോട്ടത്തിൽ CIമാരാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയത്. ഡോക്ടർ TP സുകുമാരൻ സ്മാരക പുരസ്കാരം നോവലിസ്റ്റ് C. രാധാകൃഷ്ണന്. ഡോക്ടർ TP സുകുമാരൻ സ്മാരക സമിതി ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരത്തിന് നോവലിസ്റ്റ് C. രാധാകൃഷ്ണൻ അർഹനായി. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങിയ പുരസ്കാരം ഓഗസ്റ്റ് 23-ന് കാലിക്കറ്റ് സർവകലാശാലയിൽ നടക്കുന്ന ഡോക്ടർ TP സുകുമാരൻ അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് കൈമാറുമെന്ന് സ്മാരക സമിതി പ്രസിഡന്റ് KK മാരാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലയാള സാഹിത്യത്തിലെ നിരൂപണ ശാഖയിലും അതുപോലെ തന്നെ ചിത്രകല, സംഗീതം, നാടകം
സർവ്വമേഖലകളിലും വ്യാപിച്ചു നിന്ന ഒരു പണ്ഡിതൻ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കേസരി എ ബാലകൃഷ്ണ പിള്ളയെക്കുറിച്ചുള്ള പഠനങ്ങൾ ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെ ഗൈഡൻസിലാണ് അദ്ദേഹത്തിൻ്റെ PhD. ഒരു പക്ഷേ സുകുമാർ അഴീക്കോട് തന്നെ സൂചിപ്പിച്ചൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ കീഴിൽ പുറത്തു വന്ന ഏറ്റവും ശക്തമായ പഠനം, ഒരു ഗവേഷണ പ്രബന്ധം ഡോക്ടർ TP സുകുമാരൻ്റേതാണ് എന്ന്. അദ്ദേഹത്തിൻ്റെ ആയഞ്ചേരി വല്യച്ഛമാൻ എന്ന നാടകം, അപ്പോൾ നാടകരംഗത്ത് അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ പാരമ്യത തീർച്ചയായിട്ടും നമുക്ക് ആ നാടകത്തിൽ കൂടി കാണാൻ പറ്റും. അതുപോലെ ആധുനിക ചിത്രകലാ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള അറിവ്, മലയാള സാഹിത്യത്തിൻ്റെ നിരൂപണ ശാഖയിലുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, സംഗീതം, ഈ മൃദംഗത്തിൻ്റെ തനിയാവർത്തനത്തെക്കുറിച്ച് മാത്രമുള്ള അദ്ദേഹത്തിൻ്റെ പഠനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാംസ്കാരിക മന്ത്രാലയം പുറത്തിറക്കിയിരുന്നു. സർവ്വമേഖലകളിലും വ്യാപിച്ചു നിന്ന ഒരു വ്യക്തിത്വം. അനുസ്മരണത്തിന്റെ ഭാഗമായി സെമിനാറുകളും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് സ്മാരക സമിതി പ്രസിഡന്റ് KK മാരാർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി CH വത്സലൻ, അഡ്വക്കേറ്റ് രവീന്ദ്രൻ കണ്ടോത്ത് തുടങ്ങിയവരും പങ്കെടുത്തു. പോക്സോ കേസുകളിൽ 69കാരന് 23 വർഷം തടവ് വിധിച്ച് തലശ്ശേരി കോടതി. നീർവേലി സ്വദേശി പുരുഷോത്തമനെയാണ് കോടതി ശിക്ഷിച്ചത്. 2018 ഓഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പോക്സോ കേസിൽ പ്രതിക്ക് 23 വർഷം തടവിനും 75,000 രൂപ പിഴയടക്കാനുമാണ് കോടതി വിധിച്ചത്. നീർവേലി കണ്ടംകുന്ന് സ്വദേശി C പുരുഷോത്തമനെയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തി തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 1 ജഡ്ജി AV മൃദുല ശിക്ഷിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 4 മാസം തടവ് അനുഭവിക്കണം. പിഴത്തുക കുട്ടിക്ക് നൽകണം. 2018 ഓഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കൂത്തുപറമ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇൻസ്പെക്ടറായിരുന്ന B രാജേന്ദ്രനാണ് അന്വേഷണം നടത്തിയത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ബീന കാളിയത്ത് ഹാജരായി. ലയൺസ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ഞായറാഴ്ച നടക്കും. കണ്ണൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, മാഹി ജില്ലകളിലെ ലയൺസ് ക്ലബ്ബുകളുടെ കൂട്ടായ്മയായ ലയൺസ് ഡിസ്ട്രിക്ട് 318 പുതിയ ക്യാബിനറ്റ് ഓഫീസർമാരുടെ സ്ഥാനാരോഹണമാണ് ഞായറാഴ്ച കാലത്ത് 9 മണിക്ക് ഏച്ചൂർ CR ഓഡിറ്റോറിയത്തിൽ നടക്കുക. ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാനമായും 8 മേഖലകളിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ചൈൽഡ്ഹുഡ് ക്യാൻസർ, കുട്ടികളിലുള്ള ക്യാൻസർ പ്രതിരോധം, പിന്നെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ, പ്രകൃതി സംരക്ഷണം, അതുപോലെ ഡയബറ്റീസ്, പ്രമേഹത്തിനെതിരെയുള്ള പ്രോഗ്രാമുകൾ, പിന്നെ ഒരു വിശപ്പ് രഹിത ലോകത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം, പിന്നെ ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് പ്രോഗ്രാമുകൾ, പിന്നെ യൂത്തിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ. ഇപ്പോൾ നമുക്ക് അറിയാം, ചെറുപ്പക്കാരുടെ ഇടയിലുള്ള ലഹരി ഉപയോഗം വളരെ ഭീകരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെയുള്ള വലിയൊരു പോരാട്ടം ലയൺസിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. അതുപോലെ പിന്നെ വിഷൻ, കണ്ണിന് കഴിഞ്ഞ 100 വർഷം നമ്മൾ ആദ്യത്തെ 100 വർഷം തിമിര ശസ്ത്രക്രിയയിലൂടെ കോടിക്കണക്കിന് ആൾക്കാർക്ക് കാഴ്ച നൽകിയ ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ഈ വർഷം നമ്മൾ ഈ ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ഇൻസ്റ്റലേഷൻ ഞായറാഴ്ച രാവിലെ 9 മണിക്കാണ്. നമ്മുടെ ഇൻ്റർനാഷണൽ ഡയറക്ടറായിട്ടുള്ള ശ്രീ R മദനഗോപാൽ, കോയമ്പത്തൂർ സ്വദേശി, അദ്ദേഹമാണ് മുഖ്യാതിഥി. അദ്ദേഹം ഈ പുതിയ ക്യാബിനറ്റ് അംഗങ്ങളെ സത്യവാചകം ചൊല്ലിക്കൊടുത്ത് സ്ഥാനാരോഹണം ചെയ്യും. ചടങ്ങിൽ വെച്ച് ചാർട്ടേഡ് അക്കൗണ്ടന്റ് TK രജീഷ് ഡിസ്ട്രിക്ട് ഗവർണറായി ചുമതലയേൽക്കും. സിനിമാ താരവും നർത്തകനുമായ TK വിനീത് ആദരവ് ഏറ്റുവാങ്ങും. 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ സേവന പ്രവർത്തനങ്ങൾക്ക് ചടങ്ങിൽ വെച്ച് തുടക്കം കുറിക്കും. ഡിസംബർ 3 കോഴിക്കോട് വെച്ച് സമൂഹ വിവാഹം, തിമിരരോഗ പരിശോധന, സൗജന്യ ശസ്ത്രക്രിയ അടക്കമുള്ള 50 ക്യാമ്പുകൾ, 400 പേർക്ക് കൃത്രിമക്കാൽ, ശരീരവൈകല്യമുള്ള 50 പേർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം, തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ഡയാലിസിസ് സൗകര്യം മെച്ചപ്പെടുത്താൻ സംവിധാനം, അപേക്ഷ നൽകി കഴിഞ്ഞ 50 പേർക്ക് 5 ലക്ഷം രൂപ വില മതിക്കുന്ന വീട്, വിലക്കുറവിൽ ലഭിക്കാൻ ജില്ലയിൽ ഒരു കേന്ദ്രം തുടങ്ങിയ പ്രൊജക്ടുകൾ നടപ്പിലാക്കുമെന്ന് ചെയർമാൻ M വിനോദ് കുമാർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ KPT ജലീൽ, പ്രദീപ് പ്രതിഭ, പ്രസൂൺ കുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. എത്ര ഒറ്റതിരിഞ്ഞ് ആക്രമിച്ചാലും സത്യം പറയും, കീഴടങ്ങില്ലെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. മിത്ത് പരാമർശം ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ച സാഹചര്യത്തിലായിരുന്നു സ്പീക്കറുടെ പ്രതികരണം. വർഗീയത വിശ്വാസവും രണ്ടും രണ്ടാ. വിശ്വാസികൾക്കിടയിൽ വർഗീയത കുത്തിവെച്ച് അതിലൂടെ തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ എന്ന ശ്രമം ഇവിടെ ചിലർ നടത്തുന്നു. അതിനെ എതിർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ പറയുന്ന ആളുകളെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ എത്ര തന്നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ എത്ര തന്നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ സത്യം പറയും. സത്യം പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം ചുളിയും.
നിങ്ങളുടെ മുഖം ചൊളിയുന്നത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ഞങ്ങൾ സത്യം പറയും. ഞങ്ങൾ വിശ്വാസിയുടെ പക്ഷത്താ. ഒരു മതവിശ്വാസിയുടെയും വിശ്വാസത്തെ എതിർക്കുന്നവരല്ല ഞങ്ങൾ. എല്ലാ മതവിശ്വാസിയുടെയും വിശ്വാസത്തെ മാനിക്കുന്നവരാ ഞങ്ങൾ. മതവിശ്വാസികളുടെ വിശ്വാസത്തെ മാനിക്കുന്ന ഞങ്ങൾക്കിടയിൽ കെ അഷ്റഫ് സൂചിപ്പിച്ചതുപോലെ പൊളിറ്റിക്കൽ ട്രേഡ് ഇൻ റിലീജിയൻ, മതത്തിന്റെ അകത്ത് രാഷ്ട്രീയ വ്യാപാരം, അത് നടത്തുന്ന വർഗീയത, അതിലൂടെ ഞങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ? അതിനുള്ള ആസൂത്രിത ശ്രമം നടക്കുന്നു. കാണാതായ കക്കാട് സ്വദേശിയായ വിദ്യാർത്ഥിയെ ടൗൺ പോലീസ് മൊഴി രേഖപ്പെടുത്തിയ ശേഷം പിതാവിനൊപ്പം വിട്ടു. ബുധനാഴ്ച ബംഗളൂരിൽ കണ്ടെത്തിയ ഗവൺമെന്റ് ടൗൺ ഹയർ സെക്കൻഡറി സ്കൂൾ +1 വിദ്യാർത്ഥിയും കക്കാട് ഷാദുലിപ്പള്ളി ദാറുൽ സഫയിൽ PP നിസാറിന്റെയും മകനുമായ മുഹമ്മദ് ഷസിനെയാണ് മൊഴിയെടുത്ത ശേഷം വീട്ടുകാരോടൊപ്പം വിട്ടയച്ചത്. ബംഗളൂരുവിൽ നിന്ന് വെള്ളിയാഴ്ച ടൗൺ സ്റ്റേഷനിലെത്തിച്ച ഷസിൻ വീട് വിട്ടത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നും കൗതുകത്തിനാണ് പോയതെന്നും മൊഴി നൽകി. മംഗലാപുരത്ത് എത്തിയതിന് ശേഷമാണ് ബംഗളൂരുവിലേക്ക് പോയതെന്നും മൊഴിയിലുണ്ട്. ജൂലൈ 17 രാവിലെ 11 വീട്ടിൽ നിന്ന് മുടിവെട്ടാനെന്ന് പറഞ്ഞിറങ്ങിയ ഷസിനെ പിന്നീട് കാണാതാവുകയായിരുന്നു. ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷിച്ച് വരുന്നതിനിടെയാണ് ബുധനാഴ്ച സന്നദ്ധ പ്രവർത്തകർ ബംഗളൂരു മെജസ്റ്റിക്കിൽ വെച്ച് ഷസിനെ കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5495 രൂപ, പവന് 43,960 രൂപ, വെള്ളി 78 രൂപ. അവസാനമായി അറിയിപ്പ്. ബിരുദാനന്തര പ്രോഗ്രാം അപേക്ഷ ക്ഷണിച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബിരുദാനന്തര പ്രോഗ്രാമുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 31. കേരളത്തിലെ കോളേജുകളിലെ ബിരുദ വിദ്യാർത്ഥികൾക്ക് അതോടൊപ്പം തന്നെ ഓപ്പൺ സർവകലാശാലയുടെ മറ്റൊരു കോഴ്സിൽ കൂടി ചേരാം. അപേക്ഷകർ www.sgou.aac.in എന്ന വെബ്സൈറ്റിൽ അപ്ലൈ ഫോർ അഡ്മിഷൻ എന്ന ലിങ്കിൽ കൊടുത്തിട്ടുള്ള നിർദ്ദേശം അനുസരിച്ച് അപേക്ഷിക്കണം. ഓൺലൈനായി മാത്രമേ ഫീസ് അടക്കാൻ കഴിയുകയുള്ളൂ. കേരളത്തിലെ എല്ലാ ജില്ലകളിലും അഡ്മിഷൻ കേന്ദ്രങ്ങളുണ്ട്. സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് തിരഞ്ഞെടുക്കുന്ന അഡ്മിഷൻ കേന്ദ്രത്തിൽ അപേക്ഷകർക്ക് പോകാം. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുള്ള തീയതിയും സ്വയം തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യവും പോർട്ടലിലുണ്ട്. അപേക്ഷയുടെ പ്രിന്റ്, ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ, ഫീസ് രസീത്, ആധാർ, മറ്റ് ID-യുടെ ഒറിജിനലും പകർപ്പും മറ്റ് അനുബന്ധ രേഖകൾ എന്നിവ പരിശോധനയ്ക്കായി കരുതണം. 50 വയസ്സിന് മുകളിലുള്ളവർക്കും ഒരേ സമയം 2 ബിരുദം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും TC നിർബന്ധമല്ല. മെഡിക്കൽ ഓഫീസർ നിയമനം. ജില്ലാ ആശുപത്രിയുടെ ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയിൽ ഒഴിവുള്ള മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. യോഗ്യത MBBS. സൈക്കാട്രിയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. താൽപ്പര്യമുള്ളവർ ഓഗസ്റ്റ് 14 രാവിലെ 10 മണിക്ക് ഡെപ്യൂട്ടി സൂപ്രണ്ടിന്റെ ചേംബറിൽ നടക്കുന്ന വാക്കിംഗ് ഇന്റർവ്യൂവിന് സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പുകൾ സഹിതം ഹാജരാവണം. ഫോൺ നമ്പർ 049727343343. നാഷണൽ ലോക് അദാലത്ത് 9-ന് കണ്ണൂർ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും തലശ്ശേരി കണ്ണൂർ തളിപ്പറമ്പ് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിലുള്ള നാഷണൽ ലോക് അദാലത്ത് ഓഗസ്റ്റ് 9-ന് രാവിലെ 10 മണി മുതൽ നടക്കും. ജില്ലയിലെ വിവിധ കോടതികളിൽ തീർപ്പാക്കാതെ കിടക്കുന്നതും നിലവിലുള്ളതുമായ സിവിൽ കേസുകൾ, ഒത്തുതീർപ്പാക്കാൻ പറ്റുന്ന ക്രിമിനൽ കേസുകൾ, വാഹന അപകട നഷ്ടപരിഹാര കേസുകൾ, ബാങ്ക് കേസുകൾ, സ്ഥലം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട കേസുകൾ എന്നിവയും കോടതികളിൽ നിലവിലില്ലാത്ത കാനറ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികൾ എന്നിവയും പരിഗണിക്കും. കണ്ണൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ, കൂത്തുപറമ്പ്, മട്ടന്നൂർ എന്നിവിടങ്ങളിലെ കോടതി സമുച്ചയങ്ങളിലാണ് അദാലത്ത്. ലാറ്ററൽ എൻട്രി ഡിപ്ലോമ പ്രവേശനം. പയ്യന്നൂർ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വുമൻസ് പോളിടെക്നിക് കോളേജിൽ ഈ അധ്യയന വർഷത്തിൽ ലാറ്ററൽ എൻട്രി ഡിപ്ലോമ കോഴ്സിലെ നിലവിലുള്ള ഒഴിവുകളിലേക്ക് ഓഗസ്റ്റ് 7-ന് സ്പോട്ട് അഡ്മിഷൻ നടത്തും. പ്രവേശനം നേടുവാൻ താൽപ്പര്യമുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അപേക്ഷകർ 7-ന് രാവിലെ 9 മണി മുതൽ 11 മണി വരെ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വിമൻസ് പോളിടെക്നിക് കോളേജിലെത്തി രജിസ്റ്റർ ചെയ്യുക. നിലവിൽ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് പുതിയ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. രാവിലെ 11 മണിക്ക് മുമ്പായി അപേക്ഷ സമർപ്പിക്കണം. വിശദവിവരങ്ങൾ polyadmission.org എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. നിലവിൽ ഏതെങ്കിലും പോളിടെക്നിക് കോളേജിൽ പ്രവേശനം ലഭിച്ചവർ പ്രവേശന സ്ലിപ്പുമായി വരേണ്ടതാണ്. ഹൈസ്കൂൾ ടീച്ചർ മലയാളം ഇന്റർവ്യൂ 10-നും 11-നും. ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മലയാളം തസ്തികയുടെ തിരഞ്ഞെടുപ്പിനായി 2023 ജനുവരി 13-ന് പ്രസിദ്ധീകരിച്ച ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുകയും ഒറ്റത്തവണ പ്രമാണ പരിശോധന പൂർത്തിയാക്കുകയും ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കായി
ഓഗസ്റ്റ് 10, 11 തീയതികളിൽ കോഴിക്കോട് ജില്ലാ PSC ഓഫീസിൽ ഇന്റർവ്യൂ നടത്തും. ഈ തീയതികളിൽ നടക്കുന്ന ഇന്റർവ്യൂവിന്റെ അവസാന ഘട്ടത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ പ്രൊഫൈൽ മെസ്സേജ്, ഫോൺ മെസ്സേജ് എന്നിവ നൽകിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ OTR പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത അഡ്മിഷൻ ടിക്കറ്റ്, ബയോഡാറ്റ ഫോം, 1 ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, മറ്റ് എല്ലാ അസൽ പ്രമാണങ്ങളും കമ്മീഷൻ അംഗീകരിച്ച ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖയും സഹിതം ഹാജരാവണം. തടികൾ വിൽപ്പനയ്ക്ക്. വനം വകുപ്പിന്റെ കണ്ണോത്ത് ഗവൺമെന്റ് ടിമ്പർ ഡിപ്പോയിൽ തടികളുടെ ലേലം ഓഗസ്റ്റ് 10 നടക്കും. കണ്ണവം റേഞ്ച് 1957-1960 തേക്കിൻ തോട്ടത്തിൽ നിന്നും ശേഖരിച്ച ഇരുൾ, ആഞ്ഞിലി, വേങ്ങ, മരുത്, കരിമരുത്, മഹാഗണി, പൂവം, കുന്നി തുടങ്ങിയ തടികൾ വിൽപ്പനയ്ക്കുണ്ട്. ഓൺലൈൻ ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. കണ്ണോത്ത് ഗവൺമെന്റ് ടിമ്പർ ഡിപ്പോയിലും രജിസ്ട്രേഷൻ നടത്താം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെങ്ങ് കയറ്റ തൊഴിലാളികൾ അവഗണനയുടെ വക്കിൽ. തിരിഞ്ഞു നോക്കാൻ മുഖ്യമന്ത്രി പോലും ശ്രമിക്കുന്നില്ലെന്ന് ആരോപണം. കലക്ട്രേറ്റ് മാർച്ചുമായി തെങ്ങ്, കവുങ്ങ് കയറ്റ തൊഴിലാളികൾ. കണ്ണൂരിൽ ന്യൂജൻ ലഹരി പിടിമുറുക്കുന്നു. ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 202 NDPS കേസുകൾ. പ്രതികളെ കാപ്പ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താൻ പോലീസ് നീക്കം. മിത്ത് വിവാദത്തിൽ തന്നെ. ഏതു വഴിക്ക് ആക്രമിച്ചാലും സത്യം മാത്രമേ പറയൂവെന്ന് AN ഷംസീർ. കമ്മ്യൂണിസ്റ്റുകാർ വിശ്വാസം സംരക്ഷിക്കാൻ തെരുവിൽ അടിയേറ്റവരെന്നും ഷംസീർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.